2 മാസം മുമ്പേ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 54-year-old ഫീമെയിൽ പേഷ്യൻറ്റ് ഹെഡേക്കും ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് സീജറായിട്ട് പ്രസൻറ്റ് ചെയ്തു. ആ പേഷ്യൻ്റ് ഇനീഷ്യലി പുറമേ നിന്നൊരു ഹോസ്പിറ്റലിൽ MRI എടുത്തപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളൊരു ഗ്രോത്ത് പോലെ കണ്ടിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് ഇവിടെ വന്നപ്പോൾ നമ്മൾ മെഡിക്കൽ ഓങ്കോളജി ടീം അവർ വർക്കപ്പ് ചെയ്തു. അപ്പോൾ അവസാനം ഒരു PET സ്കാൻ ചെയ്തപ്പോൾ ലങ്സിൻ്റെ ഉള്ളൊരു ഗ്രോത്തും അതേപോലെ ബ്രെയിനിൻ്റെ ഉള്ളൊരു മെറ്റാസ്റ്റാസിസ് എന്ന് പറയും, ഒരു ബ്രെയിനിൽ സ്പ്രെഡായ ഒരു ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ആ പേഷ്യൻ്റ് ഇനീഷ്യലി റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടേഷൻ കൊടുത്തു. അവരും ഇതിൻ്റെ ഒരു റേഡിയേഷൻ തെറാപ്പി ലങ്സിനും ആസ് വെൽ ആസ് ബ്രെയിൻ ലീഷനും സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 കോഴ്സ് റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് ബെറ്ററായി, ഹെഡേക്കും എല്ലാം സിംറ്റംസ് എല്ലാം ഡിസപ്പിയർ ചെയ്തു. പേഷ്യൻ്റ് സുഖമായിട്ട് വീട്ടിൽ പോയി. ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും പേഷ്യൻ്റ് എമർജൻസി റൂമിൽ വന്നു, ശ്വാസം മുട്ടായിട്ട്. കാലിൽ ലെഫ്റ്റ് ലെഗ് ഒരു സ്വെല്ലിങ്ങും പെയിനായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ശ്വാസം മുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഈ പേഷ്യൻ്റ് ER നോക്കുമ്പോൾ ആദ്യം ECG എടുത്തപ്പോൾ ഒന്നും കാര്യമായിട്ട് അബ്നോർമാലിറ്റി കണ്ടില്ല. പക്ഷേ പേഷ്യൻ്റ് നമ്മൾ എക്കോ ചെയ്ത് നോക്കുമ്പോൾ, എക്കോ ഒരു അൾട്രാസൗണ്ടാണ്, ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. എക്കോ ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ചേമ്പേഴ്സ്, ഹാർട്ടിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം. ഈ റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയം രണ്ടും കണ്ടമാനം എൻലാർജ് ചെയ്ത പോലെ കണ്ടു. അപ്പോൾ മിക്കവാറും നമ്മുടെ സസ്പിഷൻ ഉണ്ടായിരുന്നു ഈ പേഷ്യൻ്റിന് ഒരു പൾമണറി എംബോളിസം പറഞ്ഞ ഒരു ഡയഗ്നോസിസ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ വർക്കിംഗ് ഡയഗ്നോസിസ്. പൾമണറി എംബോളിസം പറയുമ്പോൾ കാലിൽ നിന്ന് ഡീപ്പ് വെയിൻസ് അല്ലെങ്കിൽ വേറെ വെയിൻസിൽ നിന്ന് ക്ലോട്ട് എംബോളൈസ് ചെയ്തിട്ട് ലങ്സിലേക്ക് പോവാം. ഇപ്പോൾ അക്യൂട്ട് പൾമണറി എംബോളിസം ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. ആ പേഷ്യൻറ്റിന് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു നല്ലൊരു ഔട്ട്കം കിട്ടില്ല. അപ്പോൾ ഈ പേഷ്യൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ പേഷ്യൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി CT സ്കാൻ ഷിഫ്റ്റ് ചെയ്തു. CT ഇതേപോലെ കൺഫേം ചെയ്തു. 2 ലങ്സിൽ 2 സൈഡിലും സർക്കുലേഷനുള്ളിൽ പൾമണറി ആർട്ടറിയുടെ ഉള്ളിൽ നല്ല ഹ്യൂജ് ക്ലോട്ട് അവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പേഷ്യൻറ്റ് സിക്കാണ്, അക്യൂട്ട് പൾമണറി എംബോളിസം ഉണ്ടായിട്ടുണ്ട്. നോർമലി ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഈ ത്രോംബോലൈസിസ് പറയും. മെഡിക്കേഷൻ ഉണ്ട്, ക്ലോട്ട് ഡിസോൾവ് ചെയ്യാനുള്ള മെഡിക്കേഷൻ ഉണ്ട്, ടെനക്ടപ്ലേസ് അല്ലെങ്കിൽ റെറ്റിപ്ലേസ് എന്ന് പറയും. പക്ഷേ ഈ പേഷ്യൻ്റ് പ്രത്യേകത ഈ ക്ലോട്ട് ഡിസോൾവിങ് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം പേഷ്യൻ്റ് ബ്രെയിനിൽ ക്യാൻസർ ഉണ്ട്, ലങ്സിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് നമ്മൾ ക്ലോട്ട് ഡിസോൾവിങ് മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് വന്നിട്ട് പേഷ്യൻ്റ് പെട്ടെന്ന് വലുതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു വേറെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് മെക്കാനിക്കൽ ത്രോംബെക്ടോമി. അതിനർത്ഥം നമ്മളൊരു മെക്കാനിക്കൽ ഡിവൈസ് വെച്ചിട്ട് ആ ത്രോംബസ് 2 ലങ്സിൻ്റെ സർക്കുലേഷനിൽ നിന്ന് വലിച്ചെടുക്കുക. എങ്ങനെയത് പോസിബിലിറ്റി ആണ്? അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ പേര് പെനംബ്ര മെക്കാനിക്കൽ ത്രോംബെക്ടോമി സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ? പേഷ്യൻറ്റിനെ കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കാത്ത് ലാബ് പറഞ്ഞാൽ ഇതാണ് കാത്ത് ലാബ്. നോർമലി ഒരു ഓപ്പറേറ്റിംഗ് റൂം പോലെയാണ്, സ്റ്റെറൈൽ യൂണിറ്റാണ്. പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് റേഡിയേഷൻ ഉള്ള ഏരിയ ആണ്. നമുക്ക് ശരിക്കും ലങ്സിൻ്റെ സർക്കുലേഷനൊക്കെ നമുക്ക് ശരിക്കും നേരിട്ട് കാണാൻ പറ്റും. പേഷ്യൻറ്റ് നമ്മൾ തുടയിൽ ഒരു വെയിൻ ഉണ്ട്, ഫിമോറൽ വെയിൻ എന്ന് പറയാം. ഈ വെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഒരു കാത്തറ്റർ വെയിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഓൾ ദ വേ ലങ്സിൻ്റെ സർക്കുലേഷനിലേക്ക് കൊണ്ടുപോകും. അതിന് ഡിഫറെൻറ്റ് ടെക്നീക്സ് ഉണ്ട് എങ്ങനെ കൊണ്ടുപോകുക. അപ്പോൾ അത് നമുക്ക് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ലങ്സിൻ്റെ സർക്കുലേഷനിൽ പോയിട്ട് ഈ കാത്തറ്ററാണ് നമ്മൾ ലങ്സിൻ്റെ സർക്കുലേഷൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇടാൻ പോകണം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കാത്തറ്റർ 16 ഫ്രഞ്ച് കാത്തറ്ററാണ്. വലിയ ബോറുള്ള ട്യൂബാണ്. നോർമലി പണ്ടൊക്കെ ഈ ത്രോംബെക്ടമി ചെയ്യുമ്പോൾ 7 ഫ്രഞ്ച് അല്ലെങ്കിൽ 6 ഫ്രഞ്ച് കാത്തറ്റേഴ്സാണ്. വെരി സ്മോൾ ട്യൂബ്. വലിയ ക്ലോട്ടൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ത്രോംബെക്ടമി സിസ്റ്റം, പെനംബ്ര ആസ്പിറേഷൻ സിസ്റ്റം, AI ഒരു കൺട്രോൾ ഉണ്ട് ഇതിന്. അതിനർത്ഥം നമ്മൾ ഇത് ലങ്സിൻ്റെ സർക്കുലേഷനിൽ ഇടുമ്പോൾ നോർമൽ ബ്ലഡ് വലിച്ചെടുക്കാൻ പറ്റും. ഇതൊരു നെഗറ്റീവ് സക്ഷൻ കൊടുത്തിട്ട് ബ്ലഡ് വലിക്കുന്ന ഒരു സിസ്റ്റമാണ്, ത്രോംബസ് ക്ലോട്ട് വലിക്കുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ നോർമൽ ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ പേഷ്യൻ്റ് കുറേ കണ്ടുപോകാനും ബ്ലഡ് ലോസ് വരാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ AI ജനറേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ക്ലോട്ട് മാത്രമേ വലിച്ചെടുക്കുള്ളൂ ഈ കാത്തറ്റർ ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ക്ലോട്ട് മാത്രം വലിച്ചെടുക്കുമ്പോൾ ബ്ലഡ് ലോസ് കുറയും, പേഷ്യൻ്റ് വലിയ അധികം ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാത്തറ്റർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ലങ്സിൻ്റെ റൈറ്റ് സൈഡ് സർക്കുലേഷനിലും, ഇതാണ് പേഷ്യൻ്റെ റൈറ്റ് പൾമണറി ആർട്ടറി, ഇതിനുള്ളിൽ വെളുത്തിട്ട് കാണുന്നതാണ് ഈ ക്ലോട്ട്. ഈ ക്ലോട്ട് നമ്മൾ ഈ കാത്തറ്റർ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പൊസിഷൻ ചെയ്തിട്ട് ഈ മെഷീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഷീൻ്റെ നെഗറ്റീവ് സക്ഷൻ കാരണം ക്ലോട്ടെല്ലാം നമ്മൾ വലിച്ചെടുക്കും. നോർമൽ ബ്ലഡ് വരാൻ തുടങ്ങുമ്പോൾ അത് മെഷീൻ്റെ ഒരു ശബ്ദം ഉണ്ടാക്കും, ടക്ക് 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 ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അത് ആദ്യത്തെ റൈറ്റ് സൈഡ് സർക്കുലേഷൻ പോയിട്ട് ക്ലോട്ട് എടുക്കും, പിന്നെ ലെഫ്റ്റ് സൈഡ് സർക്കുലേഷൻ പോയിട്ടും എത്രയും ക്ലോട്ട് വരാൻ പറ്റും അതും എല്ലാം മാക്സിമം നമുക്ക് സക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പേഷ്യൻ്റ് റൈറ്റ് സൈഡ് ഒരു ഏകദേശം 3/4 മണിക്കൂർ എടുത്തു, ലെഫ്റ്റ് സൈഡിലും ഒരു ഹാഫ് ആൻ അവർ എടുത്തു. കംപ്ലീറ്റ് കുറേ അധികം ക്ലോട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റി. പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരുന്നു പ്രൊസീജിയർ ടൈമിൽ. ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്ത്. പേഷ്യൻ്റ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വീണ്ടും CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആദ്യം നോക്കുമ്പോൾ ലങ്സിൻ്റെ ഉള്ളിലത്തെ പ്രഷർ കണ്ടമാനം കൂടുതലായിരുന്നു, അറൗണ്ട് 80 mm മെർക്കുറി പ്രഷറായിരുന്നു. രണ്ടാമത് ഈ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി വിത്ത് മെഡിക്കേഷനൊക്കെ തുടങ്ങിയ ശേഷം ലങ്സിൻ്റെ പ്രഷർ കുറയാൻ തുടങ്ങി. റൈറ്റ് സൈഡ് ചേമ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ എൻലാർജ് ചെയ്തിരുന്നു, അതൊക്കെ ചുരുങ്ങി വന്നു. പേഷ്യൻ്റ് ഒരു 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പേഷ്യൻ്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പേഷ്യൻ്റ് നടക്കാൻ തുടങ്ങി. ഇന്നലെ ഡിസ്ചാർജ് പോയി. പേഷ്യൻ്റ് നടന്നിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ് കാരണം ഇതേപോലെ പേഷ്യൻസ് സിക്കായിട്ട് വരുന്ന പേഷ്യൻസ് പൾമണറി എംബോളിസമായിട്ട് ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസ് നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്. പെനംബ്ര മെക്കാനിക്കൽ ത്രോംബെക്ടോമി, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ത്രോംബെക്ടോമി.